നമസ്കാരം. മണ്ണാർക്കാട് ന്യൂസിലേക്ക് സ്വാഗതം. മണ്ണാർക്കാട് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വിസ്മയത്തെക്കുറിച്ചാണ്. എല്ലാവരും ഊഹിക്കുന്നത് പോലെ പി കെ ശശി എന്ന നേതാവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിസ്മയ ചർച്ചയാണ് മണ്ണാർക്കാട് ഇപ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ഫെബ്രുവരി 16 പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന ജാഥ മണ്ണാർക്കാട്, അതായത് പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ പാലക്കാട് ജില്ലയിലെ ഏതെങ്കിലും ഒരു യോഗത്തിൽ പി കെ ശശി കോൺഗ്രസ് വേദിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച കാര്യമായിട്ട് നടക്കുന്നത്. ആ ചർച്ചയിൽ ഉള്ള വാസ്തവം എത്രമാത്രമുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. നിലവിൽ മണ്ണാർക്കാട് ന്യൂസിന് ലഭിക്കുന്ന രാഷ്ട്രീയ വിശകലന വാർത്തകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിവരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. നമുക്കറിയാം, പി കെ ശശി എന്ന ഒരു കാലത്ത് സി പി എമ്മിലെ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ മുടിചൂടാമനനായി ഏകാധിപതിയായി നടന്നിരുന്ന നേതാവ് കുറച്ചു കാലങ്ങൾക്കിപ്പുറം പാർട്ടി നടപടികൾ നേരിട്ടുകൊണ്ട് പാർട്ടിയുടെ ഏറ്റവും താഴെ തട്ടിലുള്ള ബ്രാഞ്ചിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. എങ്കിലും അദ്ദേഹം സർക്കാരിന്റെ വലിയൊരു കോർപ്പറേഷനായ KTDCയുടെ ചെയർമാൻ സ്ഥാനത്തും ഒരേ സമയം പ്രവർത്തിക്കുന്നു. അച്ചടക്ക നടപടി നേരിട്ട് ഒരു വർഷത്തിലധികം പിന്നിടുമ്പോൾ തിരിച്ച് സി പി എമ്മിലെ തന്റെ മുൻകാലത്തുണ്ടായിരുന്ന അതേ സ്ഥാനത്തേക്ക്, അതായത് ജില്ലാ കമ്മിറ്റി അംഗമെങ്കിലും തിരിച്ചെത്തണമെന്ന കലശലമായ ആഗ്രഹത്തോടു കൂടിയാണ് പി കെ ശശി മുന്നോട്ട് പോകുന്നത്. എന്നാൽ അദ്ദേഹത്തിനെതിരായി നിൽക്കുന്ന ഒരു വിഭാഗം ഒരു കാരണവശാലും അദ്ദേഹത്തെ തിരിച്ച് ആ പൊസിഷനിലേക്ക് എത്തിക്കരുത് എന്ന കടുത്ത നിലപാടിൽ തന്നെയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടി നേരിട്ട സാഹചര്യത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലുള്ള വലിയൊരു മത്സരം മുന്നിൽ വരുന്ന സാഹചര്യത്തിലും പി കെ ശശിയെ തിരിച്ച് പാർട്ടിയുടെ മുതിർന്ന ഘടകത്തിലേക്ക് തന്നെ കൊണ്ടുവരണമെന്ന ആഗ്രഹം സംസ്ഥാന നേതൃത്വത്തിനുണ്ടെങ്കിലും പാലക്കാട് ജില്ലാ നേതൃത്വം അതിനെ ശക്തമായി തടയുകയാണ്, അല്ലെങ്കിൽ അതിനെ എതിർക്കുകയാണ്. പി കെ ശശി ഇല്ലെങ്കിലും ഇവിടെ സി പി എമ്മിന് നല്ല രീതിയിലുള്ള വിജയം ഉണ്ടാകും, അല്ലെങ്കിൽ സി പി എമ്മിന് കോട്ടമൊന്നും സംഭവിക്കില്ല എന്നുള്ള വലിയൊരു വിശ്വാസമാണ് ഇവിടുത്തെ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ വെക്കുന്നത്. എന്നാൽ പി കെ ശശിയെ പോലുള്ളൊരു മുതിർന്ന നേതാവിനെ തടഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മറ്റൊരു പാർട്ടിയിലേക്കോ മറ്റൊരു മുന്നണിയിലേക്കോ പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനുള്ള ഒരു ചിന്ത സംസ്ഥാന നേതൃത്വം ഇപ്പോഴും കൈവിട്ടിട്ടില്ല. സംസ്ഥാന നേതൃത്വത്തിന്റെ ആ ചിന്തയാണ് പി കെ ശശിക്ക് ഇപ്പോഴും പ്രതീക്ഷ നൽകുന്നത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം മുൻപ് വഹിച്ചിരുന്ന ജില്ലാ കമ്മിറ്റി നേതൃത്വ സ്ഥാനത്തിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളൊരു ധാരണ തത്വത്തിൽ ആയെങ്കിലും ചില ഡിമാൻഡുകൾ പി കെ ശശി മുന്നോട്ട് വെച്ചിരുന്നു. അതായത് തന്നെ തിരിച്ച് ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുത്താലും ഒരു വർഷം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന പാർട്ടി സമ്മേളനത്തിൽ തന്നെ ഏതെങ്കിലും കാരണവശാൽ തഴയുകയോ വെട്ടിനിർത്തുകയോ ചെയ്താൽ തനിക്ക് ഒരു നിലനിൽപ്പും ഉണ്ടാകില്ലെന്നും കരുതുന്ന പി കെ ശശി തന്നെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുത്താൽ മാത്രം പോരാ, അതോടൊപ്പം തനിക്ക് നിയമസഭയിലേക്ക് മത്സരിക്കാൻ താൻ മുൻപ് മത്സരിച്ചിരുന്ന ഷൊർണൂർ മണ്ഡലം തനിക്ക് ലഭിക്കണം എന്നുള്ളൊരു ആവശ്യവും പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരുന്നു. ഇതാണ് സത്യത്തിൽ പാർട്ടി നേതൃത്വത്തിനെ പി കെ ശശിയെ തിരിച്ചു കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് വിലങ്ങുതടയായി നിന്നിരുന്നത്. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും ഈ ഊഹാപോഹങ്ങൾ പലതും മാറി മാറി വാർത്തകളായി വന്നുകൊണ്ടിരിക്കുമ്പോഴും ഇതിലൊരു തീരുമാനമാകാതെ പോകുന്നതിൽ പി കെ ശശിക്കും പി കെ ശശിയെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗത്തിനും കടുത്ത അമർഷമുണ്ട്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് പി കെ ശശി മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, വരുന്ന ഫെബ്രുവരി 15 പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥ പാലക്കാട് ജില്ലയിലേക്ക് എത്തുമ്പോൾ ആ സമയത്തിനുള്ളിലെങ്കിലും തന്റെ കാര്യത്തിൽ ഒരു തീരുമാനം സി പി എം നേതൃത്വം എടുക്കണം എന്നുള്ളൊരു കാര്യമാണ് പി കെ ശശി നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ആവശ്യം എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്നാൽ അത്തരത്തിൽ ഒരു ഡിമാൻഡും അംഗീകരിച്ചുകൊണ്ട് പി കെ ശശിയെ പാർട്ടിയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ലെന്ന് പാലക്കാട് ജില്ലയിലെ ഒരു വിഭാഗം നേതൃത്വവും അതോടൊപ്പം മണ്ണാർക്കാടിലെ ഔദ്യോഗിക പക്ഷവും കടുത്ത തീരുമാനത്തിൽ നിൽക്കുകയാണ്. പി കെ ശശി ഇടഞ്ഞു നിന്നിട്ടും പി കെ ശശിയുടെ ആഭിമുഖ്യം പുലർത്തുന്ന ഒരു ടീം തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കെതിരായിട്ട് മത്സരിച്ചിട്ട് പോലും പാർട്ടിക്ക് മണ്ണാർക്കാട് നഗരസഭയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാനാണ് കഴിഞ്ഞത് എന്നുള്ള ഉദാഹരണമാണ് മണ്ണാർക്കാട്ടെ ഔദ്യോഗിക നേതൃത്വം പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പി കെ ശശി ഏതെങ്കിലും കാരണവശാൽ പാർട്ടി വിട്ട് പോയാൽ തന്നെ അത് ഒരു തരത്തിലും ഇവിടുത്തെ സി പി എമ്മിനെ ബാധിക്കില്ല എന്നുള്ള കടുത്ത നിലപാടാണ് മണ്ണാർക്കാട്ടെ ഔദ്യോഗിക നേതൃത്വം ഉൾപ്പെടെ പാലക്കാട് ജില്ലയിലെ ഒരു വിഭാഗം നേതൃത്വവും പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, അത്തരത്തിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇപ്പോൾ പി കെ ശശിയോടൊപ്പം നിൽക്കുന്ന ആളുകൾ പോലും പാർട്ടി തീരുമാനത്തോടൊപ്പം നിൽക്കും എന്നുള്ള ചിന്ത കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. കൂടാതെ
അത്തരത്തിൽ പി കെ ശശി മറ്റൊരു പാർട്ടിയിലേക്ക് പോയാൽ അത് സി പി എമ്മിലെ എല്ലാ നേതാക്കളെയും, പ്രാദേശിക നേതാക്കളെ ഉൾപ്പെടെയുള്ള നേതാക്കളെയും പ്രവർത്തകരെയും ഏകോപിപ്പിക്കുകയും കൂടുതൽ ആർജവത്തോടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് അത് വഴിവെക്കുകയും അത് പാർട്ടിയെ ഗുണം ചെയ്യുകയും ചെയ്യുമെന്നാണ് ഇവിടുത്തെ പാർട്ടി നേതൃത്വം, അതുപോലെ ജില്ലയിലെ ഒരു വിഭാഗം നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വം ഒരു ആശയക്കുഴപ്പത്തിലാണ്. പാലക്കാട് ജില്ലയിലെ വലിയൊരു വിഭാഗം നേതൃത്വത്തെയും അതോടൊപ്പം മണ്ണാർക്കാട് പോലുള്ള ഒരു പ്രാദേശിക സ്ഥലത്തെ ഔദ്യോഗിക നേതൃത്വത്തെയും വെറുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ തീരുമാനത്തെ ഖണ്ഡിച്ചുകൊണ്ട് പി കെ ശശിയെ തിരിച്ചെടുക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചിന്തയിലാണ് സംസ്ഥാന നേതൃത്വം ഉള്ളതെന്ന് അറിയുന്നു. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളായി അറിയപ്പെടുന്ന പി കെ ശശിയെ ഒരു കാരണവശാലും പാർട്ടിയിൽ നിന്ന് പാർട്ടി വിട്ടു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് എന്നുള്ളൊരു നിലപാട് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ട് എന്നുള്ളതും അറിയുന്നുണ്ട്. എന്നാൽ അതിലുപരിയായിട്ട് സി പി എമ്മിന്റെ ഒരു ഘടന വെച്ച് പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിനെയും മണ്ണാർക്കാട് പോലുള്ള ഒരു ഔദ്യോഗിക നേതൃത്വത്തിനെയും നിലപാടുകളെ തള്ളിക്കൊണ്ട് പി കെ ശശിയെ അക്കോമഡേറ്റ് ചെയ്യുക എന്ന് വന്നാൽ അത് പാർട്ടിയിൽ കൂടുതൽ വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും അതോടൊപ്പം പാർട്ടിയിൽ കൂടുതൽ തർക്കങ്ങളും അല്ലെങ്കിൽ മറ്റു നേതാക്കൾ തമ്മിലുള്ള തർക്കങ്ങളും വഴിവെക്കുകയും അത് പാർട്ടിക്ക് നെഗറ്റീവ് ആവുകയും ചെയ്യുമോ എന്നുള്ള ചിന്തയും സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ ഇപ്പോഴുണ്ട്. അതാണ് ഇപ്പോൾ സത്യത്തിൽ പി കെ ശശിക്ക് മുന്നിൽ ഒരു വാതിൽ അടച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വാതിൽ തുറന്നിടാൻ പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ മടിക്കുന്ന ഒരു ഘടകം. എന്നാൽ ഫെബ്രുവരി 15 ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥ പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പ്രവേശിക്കുമ്പോഴെങ്കിലും തന്റെ കാര്യത്തിൽ ഒരു തീരുമാനം, വ്യക്തമായൊരു തീരുമാനം പാർട്ടി സംസ്ഥാന നേതൃത്വം എടുക്കണം എന്നുള്ളൊരു ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹമാണ് പി കെ ശശി ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. തൊട്ടടുത്ത ദിവസം ഫെബ്രുവരി 16 യു ഡി എഫിന്റെ ജാഥ നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന ജാഥ പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കുന്നത്. ഫെബ്രുവരി 15 തനിക്ക് അനുകൂലമായ ഒരു തീരുമാനം വന്നില്ലെങ്കിൽ താൻ സി പി എം വിട്ടുകൊണ്ട് കോൺഗ്രസ് വേദിയിലെത്തുമെന്നും ഉള്ള ഒരു സൂചന പങ്കുവെക്കുന്നുണ്ട്. ഒരിക്കലും പി കെ ശശി നേരിട്ട് ഇത്തരത്തിലുള്ള ഒരു തീരുമാനവും അറിയിച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും നിഷേധിക്കുകയാണ്. താൻ ഇപ്പോഴും പാർട്ടി സി പി എമ്മിൽ തന്നെയാണ്, CITUവിന്റെ നേതാവാണ് എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എല്ലാ വാർത്തകളും തെറ്റാണെന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നതെങ്കിലും നമുക്ക് കിട്ടുന്ന കൃത്യമായ വിവരം വെച്ചുകൊണ്ട് ഫെബ്രുവരി 15 സി പി എം സംസ്ഥാന നേതൃത്വം തന്റെ ആവശ്യങ്ങൾ, തന്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ തന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാനുള്ള ഒരു സാധ്യത വന്നില്ലെങ്കിൽ തീർച്ചയായും ഫെബ്രുവരി 15 ശേഷം ഫെബ്രുവരി 16 രാവിലെയോ ഉച്ചയ്ക്കോ KTDC ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ രാജിവെച്ചുകൊണ്ട് ഫെബ്രുവരി 16 പാലക്കാട് ജില്ലയിലെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ യു ഡി എഫിന്റെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ജാഥയിലെ ഏതെങ്കിലും ഒരു മണ്ഡലങ്ങളിൽ അതിൽ ഏറ്റവും അടുത്ത് നടക്കുന്നത്, ഏറ്റവും അറിയാൻ കഴിയുന്നത് മണ്ണാർക്കാടോ അല്ലെങ്കിൽ ഒറ്റപ്പാലം മണ്ഡലമോ അതല്ലെങ്കിൽ ഷൊർണൂർ, അതിൽ കൂടുതൽ ചാൻസ് പി കെ ശശിയുടെ ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന മണ്ണാർക്കാട് തന്നെയായിരിക്കും. മണ്ണാർക്കാട്ടെ വി ഡി സതീശന്റെ ജാഥയിൽ ഒരു സർപ്രൈസ് എൻട്രി എന്ന രീതിയിൽ പി കെ ശശി UDF വേദിയിലേക്ക് എത്തിയാൽ അത് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഏകദേശം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോഴും പി കെ ശശി തിരുവനന്തപുരത്ത് തന്നെ പലതരം ചർച്ചകൾ നടക്കുകയാണ്. രണ്ടു തരം ചർച്ചകളാണ് നടക്കുന്നത്. ഒരേ സമയം സി പി എമ്മിലേക്ക്, പഴയ കമ്മിറ്റിയിലേക്ക്, ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടുള്ള പാർട്ടിയിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള മുന്നോട്ട് പോക്കിനുള്ള ശ്രമം ഒരു വശത്ത് നടക്കുന്നു. അതോടൊപ്പം ഏതെങ്കിലും തരത്തിൽ പാർട്ടി തനിക്ക് അനുകൂലമായ നിലപാടെടുത്തില്ലെങ്കിൽ അത് ഇനിയും ഇത്തരത്തിൽ മുന്നോട്ട് പോകാനാവില്ല എന്നുള്ള തീരുമാനവുമായി ഫെബ്രുവരി 16 പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന UDFന്റെ ജാഥയിലേക്ക് അല്ലെങ്കിൽ ആ വേദിയിലേക്ക് പി കെ ശശി എത്താനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. ഇപ്പോഴും പി കെ ശശി CPM തന്നെ തുടരാനുള്ള ആഗ്രഹമാണ് കൂടുതലായിട്ടും അദ്ദേഹം കാണിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ CPM ഒരു കാലത്ത് മുടിചൂടാമന്നനായ ഏകാധിപതിയെ പോലെ പാലക്കാട് ജില്ലയിൽ വിഹരിച്ചിരുന്ന പി കെ ശശി അദ്ദേഹം കോൺഗ്രസിലേക്ക് അല്ല UDFിലേക്ക് വന്നാലും അദ്ദേഹത്തിന് പഴയ പ്രതാപത്തോടെയുള്ള ഒരു പദവി അല്ലെങ്കിൽ അത് UDFിലേക്ക് എത്രമാത്രം കിട്ടുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം CPM പോലെ ഒരു കേഡർ പാർട്ടിയിൽ അദ്ദേഹം ഏകാധിപതിയെ പോലെ അല്ലെങ്കിൽ വിഹരിച്ചിരുന്ന ആ ഒരു രീതി ഒരിക്കലും കോൺഗ്രസിൽ കിട്ടുകയില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കോൺഗ്രസിലേക്ക് അദ്ദേഹം വന്നാൽ അദ്ദേഹത്തിന് കോൺഗ്രസുകാർ നൽകുന്ന ഒരു ഓഫർ എന്ന് പറയുന്നത് ഒന്നുകിൽ ഒറ്റപ്പാലം പോലെയോ അല്ലെങ്കിൽ ഷൊർണൂർ മണ്ഡലമോ
ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തെ UDF സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാം എന്നുള്ളൊരു ഓഫറാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചതെന്ന് അറിയുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ രണ്ട് മണ്ഡലവും ഇതുവരെ ജയിക്കാത്ത അല്ലെങ്കിൽ നിലവിൽ കൈവിട്ട മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ PK ശശിയെ കൊണ്ടുവന്ന് തങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഈ ഏതെങ്കിലും ഒരു മണ്ഡലം തങ്ങൾക്ക് തിരിച്ചു പിടിക്കാനായാൽ അത് കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു സീറ്റ് അധികം കിട്ടാനുള്ള സാഹചര്യമാവും. അത്തരത്തിലൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് PK ശശിക്കും വലിയൊരു കോൺഗ്രസിന് മുന്നിൽ ഒരു വിലപേശാനും അല്ലെങ്കിൽ കൂടുതൽ സ്ഥാനങ്ങൾ ലഭിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കും. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ പാർട്ടി വിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒറ്റപ്പാലത്തോ ഷൊർണൂരോ മത്സരിച്ച് ഒരു തോൽവിയാണ് നേരിടുന്നതെങ്കിൽ അതോടുകൂടി PK ശശി എന്ന രാഷ്ട്രീയ നേതാവിന്റെ പതനവും ഉണ്ടാകും. ഇതെല്ലാമാണ് PK ശശിയെയും രണ്ട് അർത്ഥത്തിൽ ഇപ്പോഴും മനസ്സ് ചാഞ്ചല്യപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനത്തിലെത്താതെ ഇരിക്കാനുള്ള ഒരു ഘടകം. പിന്നെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ഓഫർ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, മത്സരിക്കാൻ സീറ്റ് നൽകാതെ UDF അധികാരത്തിൽ വന്നാൽ ഒരു പ്രധാനപ്പെട്ട കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കാമെന്നുള്ളതാണ്. അത് ഒരുപക്ഷെ ഇപ്പോൾ അദ്ദേഹം വഹിക്കുന്ന KTDC ചെയർമാൻ സ്ഥാനം തന്നെ ആയിരിക്കും. അത്തരത്തിലൊരു ഓഫറും കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ഓഫറാണോ അതോ തനിക്ക് UDF പിന്തുണയ്ക്കുന്നത് മൂലം കിട്ടാവുന്ന ഒരു കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനമാണോ വേണ്ടത് എന്നുള്ള ആശങ്കയും അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഒരു സംശയവും അല്ലെങ്കിൽ ഒരു വ്യക്തതക്കുറവും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവിടെ കോൺഗ്രസ് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ പാലക്കാട് ജില്ലയിലെ ഒരു ഏകാധിപതിയായ പോലെ ഏറ്റവും ശക്തിമാനായ ഒരു CPM നേതാവിനെ പോലെ, അതും മുഖ്യമന്ത്രിയെ പോലെ, മുഖ്യമന്ത്രിയുടെ ഒരു പ്രധാന വിശ്വസ്തനെ പോലെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ഒരാളെന്ന നിലയിൽ അറിയപ്പെടുന്ന PK ശശിയെ പോലെ ഒരു നേതാവ് കോൺഗ്രസിലേക്ക് വന്നാൽ അത് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ വലിയ രീതിയിൽ തങ്ങൾക്ക് ഉപയോഗിക്കാനാകും എന്നുള്ളൊരു നേട്ടമാണ് കോൺഗ്രസ് നേതൃത്വം ഇതിലൂടെ കാണുന്നത്. എന്തായാലും രണ്ട് തരത്തിലുള്ള ചർച്ചകൾ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വവുമായും അതോടൊപ്പം CPM തീരുമാനവും കാത്തുകൊണ്ട് PK ശശി വെയിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കാത്തിരിക്കുന്നു എന്നുള്ള കൃത്യമായ വിവരം തന്നെയാണ് മണ്ണാർക്കാട് ന്യൂസിന് ഇപ്പോൾ ലഭിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാം, ഈ കാര്യങ്ങൾ പറയുമ്പോഴും PK ശശിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ PK ശശി തന്നെ ഇതിനോട് പ്രതികരിക്കുന്നത് ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ചർച്ചകളില്ല. താൻ ഇപ്പോഴും CPM പ്രവർത്തകനാണ്, CPM അംഗമാണ്, KTDC ചെയർമാനാണ്, CITUവിന്റെ സംസ്ഥാന നേതാവാണ്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഒരു വാർത്തകൾ ശരിയല്ല എന്ന് PK ശശി ഇപ്പോഴും പറയുന്നു. എന്നാൽ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയട്ടെ, ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത് രണ്ട് തരത്തിലുള്ള ചർച്ചകളാണ്. PK ശശിയെ പാർട്ടിയിൽ മുൻപുണ്ടായിരുന്ന കമ്മിറ്റിയിലേക്ക് എത്തിച്ചുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിലനിർത്തണമോ എന്ന് CPM നേതൃത്വം ചർച്ച ചെയ്യുമ്പോൾ, PK ശശിക്ക് ഓഫർ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും CPM നിന്നും വിട്ട് UDF പ്രത്യേകിച്ച് കോൺഗ്രസിലേക്ക് എത്തിച്ച് കോൺഗ്രസിന് കിട്ടാത്ത ഒരു സീറ്റിൽ അദ്ദേഹത്തെ മത്സരിപ്പിച്ച് ആ സീറ്റ് അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു കാര്യം UDF നേതൃത്വവും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇന്ന് ഫെബ്രുവരി 10 ഇനി 15-ാം തീയതി എന്നൊരു ഡേറ്റിലേക്കാണ് PK ശശി കാത്തിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫെബ്രുവരി 15-ന് ഗോവിന്ദൻ മാഷ് പാലക്കാട് എത്തുമ്പോൾ ആ ദിവസമെങ്കിലും PK ശശിക്ക് അനുകൂലമായ ഒരു പ്രഖ്യാപനം CPM ഭാഗത്ത് ഉണ്ടാകുമോ എന്നുള്ളതാണ് PK ശശിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആ വിഭാഗവും കാത്തിരിക്കുന്നത്. അതല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ കിട്ടുന്ന വിവരം വെച്ച് ഫെബ്രുവരി 16-ന് VD സതീശൻ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ആ ജാഥയിൽ പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ പാലക്കാട് ജില്ലയിലെ ഒരു പ്രധാന വേദിയിൽ, പ്രത്യേകിച്ച് മണ്ണാർക്കാട് തന്നെ ആവാനാണ് സാധ്യത, PK ശശി UDF വേദിയിലേക്ക് എത്തും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നമസ്കാരം. ഗോൾഡ് ലോൺ വാർഷിക പലിശ 4% മാത്രം. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്, ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്. പൂക്കുന്ന ചന്തമായി വന്നു നീ ദേവസുന്ദരി, പൂക്കുന്ന ചന്തമായി വന്നു നീ ദേവസുന്ദരി, നിലാവിൻ്റെ തേരേറി വന്നു നീ, അഴകു പെയ്തു നിന്നു കസവു ചാത്തി വന്നു ഉല്ലാസ്, അഴകു പെയ്തു നിന്നു ഉല്ലാസ്, കസവു ചാത്തി വന്നു
മുല്ലാസ് വെഡിംഗ് സെന്റർ, കോടതിപ്പടി, മണ്ണാർക്കാട്. സാർ, ഞാൻ മൾട്ടി സ്റ്റേറ്റ് സഹകരണ ബാങ്കിൽ നിന്നാണ്. ഞങ്ങൾക്ക് ഇന്ത്യയിൽ 256 ബ്രാഞ്ച് ഉണ്ട് സർ. ഞങ്ങൾ കേന്ദ്ര അംഗീകൃത ബാങ്കാണ് സാർ. പിന്നെ ഫോർമാലിറ്റീസ് ഒക്കെ വളരെ കുറവാണ് സാർ. സർ ഞങ്ങളുടെ ബാങ്കിൽ നിക്ഷേപിച്ച ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് സാർ. ഒരു ദിവസം തന്നെ എത്രയെത്ര വിളികൾ, എന്തെല്ലാം വാഗ്ദാനങ്ങൾ. നമ്മുടെ എല്ലാം വിയർപ്പിനാൽ പടുത്തുയർത്തിയ സഹകരണ ബാങ്ക് ഉള്ളപ്പോൾ നമുക്കെന്തിനു മറ്റൊന്ന്? അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം. സഹകരണ ബാങ്ക് ഒരു കരുത്താണ്, നാടിന്റെ ഒരു സുഹൃത്താണ്. നീയാണ് സ്വർണം, നിനക്കാണ് തിളക്കം. പഴേരി ഗോൾഡൻ ഡയമണ്ട്സ്.